കാവ്യ ഒരു സാധാരണ വീട്ടമ്മ ആയിരുന്നു. രാവിലെയോടെ അടുക്കളയിലെ തീ കത്തുമ്പോൾ അവളുടെ ദിനവും ആരംഭിക്കുമായിരുന്നു. കുട്ടിക്ക് സ്കൂളിനായി ഒരുക്കം, ഭർത്താവിന് ഓഫീസ് ഭക്ഷണം, വീട്ടുപണി. എല്ലാം തീരുമ്പോഴേക്കും സമയം അതിരുകളില്ലാതെ ഓടിപ്പോകും. എന്നാലും കാവ്യയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു സർക്കാർ ജോലി നേടുക. ഓരോ ദിവസവും അവൾ ചെറിയൊരു സമയമെങ്കിലും പഠനത്തിനായി മാറ്റിവെക്കും. ചിലപ്പോൾ അടുക്കളയിലെ പാചകത്തിന് ഇടയിൽ പുസ്തകം തുറക്കും, ചിലപ്പോൾ കുട്ടി ഉറങ്ങുമ്പോൾ ശാന്തമായി ചോദ്യപേപ്പർ നോക്കും. രാത്രിയുടെ നിശബ്ദതയായിരുന്നു അവളുടെ ഏറ്റവും വിശ്വസ്ത കൂട്ടുകാരി. അവളുടെ മകൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിമിഷ പലപ്പോഴും അമ്മയോട് ചോദിക്കും, അമ്മേ, നീയും സ്കൂളിൽ പോകുന്നുണ്ടോ? കാവ്യ ചിരിക്കും. അതെ മോളെ, അമ്മയുടെ സ്കൂൾ അടുക്കളയിലും ഉറക്കത്തിനിടയിലും ആണ്. പക്ഷേ ലോകം അവളെ അങ്ങനെ മനസ്സിലാക്കിയില്ല. സഹോദരിമാരും ബന്ധുക്കളും പരിഹസിച്ചു. ഇത്ര വർഷമായി പഠിച്ചിട്ടും ഒരു ജോലി കിട്ടിയില്ലേ? ഇനി വീട്ടുപണി മതി കാവ്യേ. അവളുടെ കണ്ണിൽ ചിലപ്പോൾ വേദന നിറയും. പക്ഷേ അതിനൊപ്പം ഒരു ഉറച്ച പ്രതിജ്ഞയും ഉണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ ജയിക്കും. മഴ പെയ്യുന്ന ഒരു പ്രഭാതം. കാവ്യ വീട്ടുപണി തീർത്തിട്ട് ചായകപ്പ് പിടിച്ച് ലാപ്ടോപ്പിനു മുന്നിൽ ഇരുന്നു. ആ ദിവസമാണ് അവൾ എഴുതിയ പരീക്ഷയുടെ ഫലം വന്നത്. കൈകൾ വിറച്ചുകൊണ്ടു അവൾ ഫലം തുറന്നു നോക്കി. കാവ്യ 47 പദശോധൻ 4 ഭാഗവഹേ. അവളുടെ കണ്ണുനീരിൽ ആകാശം മുഴുവൻ പ്രതിഫലിച്ചു. അവൾ നിലവിളിച്ചു, നിമിഷേ, അമ്മ വിജയിച്ചു. മകൾ ഓടിയെത്തി അവളെ ചേർത്തു പിടിച്ചു. അമ്മേ, നീ ജയിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അമ്മ സൂപ്പർവുമൻ ആണെന്ന്. അന്നേ ദിവസം ബന്ധുക്കളുടെ ചിരിയും മറ്റൊരു അർത്ഥം നേടി. അവർ ഇനി പരിഹസിച്ചില്ല, പകരം പറഞ്ഞത്, കാവ്യയെ പോലൊരു മനസ്സ് കിട്ടിയിരുന്നെങ്കിൽ.